എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഏതാനും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എല്ലാം തന്നെ പ്രധാന ചോദ്യങ്ങളാണ്. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. 2025 ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം ലഭിച്ച എഴുത്തുകാരി ആരാണ്? ബാനു മുഷ്താഖ്. ബാനു മുഷ്താഖാണ് 2025 ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം ലഭിച്ച എഴുത്തുകാരി. ദീപാ ഭാസ്തി കന്നഡയിൽ നിന്ന് വിവർത്തനം ചെയ്ത ഹാർട്ട് ലാമ്പ് എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് ഇന്ത്യൻ എഴുത്തുകാരിയായ ബാനു മുഷ്താഖിന് അവാർഡ് ലഭിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഒരു സർക്കാർ ഉടമസ്ഥതയിലുള്ള ആദ്യത്തെ ഓവർ ദി ടോപ്പ് OTT പ്ലാറ്റ്ഫോമിൻ്റെ പേര് എന്താണ്? സി സ്പേസ്. സി സ്പേസ് എന്നതാണ് ഇന്ത്യയിൽ ഒരു സർക്കാർ ഉടമസ്ഥതയിലുള്ള ആദ്യത്തെ ഓവർ ദി ടോപ്പ് OTT പ്ലാറ്റ്ഫോം. കേരള സർക്കാർ ആരംഭിച്ച ഒരു ഇന്ത്യൻ ഓവർ ദി ടോപ്പ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. രാജ്യത്തെ ആദ്യത്തെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഡിജിറ്റൽ സ്ട്രീമിംഗ് സേവനമാണിത്. അടുത്ത ചോദ്യം, 2025 ICC ചാമ്പ്യൻസ് ട്രോഫി വിജയി ആരാണ്? ഇന്ത്യയാണ് 2025 ICC ചാമ്പ്യൻസ് ട്രോഫി വിജയി. ഫൈനലിൽ ന്യൂസിലൻഡിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ 2025 ICC ചാമ്പ്യൻസ് ട്രോഫി നേടി. ഇത് ഇന്ത്യയുടെ 3ാമത്തെ ചാമ്പ്യൻസ് ട്രോഫി കിരീടമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ പുതുതായി ഉദ്ഘാടനം ചെയ്ത പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പേര് എന്താണ്? സൻസദ് ഭവൻ. സൻസദ് ഭവൻ എന്നതാണ് ഇന്ത്യയിൽ പുതുതായി ഉദ്ഘാടനം ചെയ്ത പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പേര്. നടന്നുകൊണ്ടിരിക്കുന്ന സെൻട്രൽ വിസ്റ്റ പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരം നിലവിൽ വന്നത്. 2025 ബോർഡർ ഗവാസ്കർ ട്രോഫി നേടിയ രാജ്യം ഓസ്ട്രേലിയയാണ്. 2025 ബോർഡർ ഗവാസ്കർ ക്രിക്കറ്റ് ട്രോഫി കിരീടം നേടിയത്. 5 മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയെ 3-1 പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ 2024-2025 വർഷത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫി നേടി. അന്താരാഷ്ട്ര ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഫൗണ്ടേഷൻ്റെ ആദ്യ ഇന്ത്യൻ അംബാസിഡർ ശരത് കമലാണ് അന്താരാഷ്ട്ര ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഫൗണ്ടേഷൻ്റെ ആദ്യ ഇന്ത്യൻ അംബാസിഡർ. ഇന്ത്യയിലെ ടേബിൾ ടെന്നീസ് ഇതിഹാസമാണ് അജന്ത ശരത് കമൽ. ഇൻ്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ITTF ഫൗണ്ടേഷൻ്റെ ആദ്യ ഇന്ത്യൻ അംബാസിഡറായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. 2024 16ാമത് JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആസിഫ് അലിയാണ് 2024 16ാമത് JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കിഷ്കിന്ധ കാണ്ഡം, ലെവൽ ക്രോസ് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിനാണ് ആസിഫ് അലിക്ക് അവാർഡ് ലഭിച്ചത്. ലോകത്തിലാദ്യത്തെ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഭരണകൂടമാകാൻ ഒരുങ്ങുന്ന നഗരം അബുദാബിയാണ് ലോകത്തിലാദ്യത്തെ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി AI അധിഷ്ഠിത ഭരണകൂടമാകാൻ ഒരുങ്ങുന്ന നഗരം. 2027 ആകുമ്പോഴേക്കും സർക്കാർ സേവനങ്ങളിൽ AI പൂർണ്ണമായും സംയോജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ലോകത്തിലാദ്യത്തെ AI നേറ്റീവ് നഗരമായി മാറാനാണ് അബുദാബി ലക്ഷ്യമിടുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 യുവ സാഹിത്യ പുരസ്കാരം നേടിയ മലയാള നോവൽ റാം കെയർ ഓഫ് ആനന്ദിയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 യുവ സാഹിത്യ പുരസ്കാരം നേടിയ മലയാള നോവൽ. അഖിൽ P ധർമ്മജൻ്റെ രചനയാണിത്. യുവ എഴുത്തുകാരുടെ മികച്ച കൃതികൾക്ക് നൽകുന്നതാണ് ഈ പുരസ്കാരം. 2025 പ്രാഗ് ചെസ് മാസ്റ്റേഴ്സ് കിരീടം നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ അരവിന്ദ് ചിദംബരമാണ് 2025 പ്രാഗ് ചെസ് മാസ്റ്റേഴ്സ് കിരീടം നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ. പ്രജ്ഞാനന്ദ ഉൾപ്പെടെയുള്ള മറ്റ് ശക്തരായ കളിക്കാർ പങ്കെടുക്കുന്ന ടൂർണമെൻറ്റിലെ അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രധാന കിരീട നേട്ടമാണിത്. 2025 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച
മലയാള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉള്ളൊഴുക്ക്. ഉള്ളൊഴുക്കാണ് 2025 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ പാർവതി തിരുവോത്തും ഉർവശിയുമാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത്. ഉർവശിക്ക് ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള അവാർഡും ലഭിച്ചു. ഉർവശിക്കൊപ്പം ജാനകി ബോദിവാല വാസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടി പുരസ്കാരം പങ്കിട്ടു. അടുത്ത ചോദ്യം, 2025 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച സഹനടനുള്ള പുരസ്കാരം നേടിയത് വിജയരാഘവൻ. വിജയരാഘവനാണ് 2025 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച സഹനടനുള്ള പുരസ്കാരം നേടിയത്. പൂക്കാലം എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് വിജയരാഘവന് പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിനൊപ്പം മുതുപ്പേട്ട സോമു ഭാസ്കറും മികച്ച സഹനടനുള്ള പുരസ്കാരം നേടി. പാർക്കിംഗ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് മുതുപ്പേട്ട സോമു ഭാസ്കറിന് മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചത്. 2025 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ ബോളിവുഡ് താരങ്ങൾ ആരൊക്കെയാണ്? ഷാറുഖ് ഖാൻ, വിക്രാന്ത് മാസി. 12th ഫെയിൽ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് വിക്രാന്ത് മാസിയും ജവാൻ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ഷാറുഖ് ഖാനുമാണ് 2025 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. 2025 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് 12th ഫെയിൽ. 12th ഫെയിൽ സംവിധാനം ചെയ്തത് വിധു വിനോദ് ചോപ്ര. 12th ഫെയിലാണ് 2025 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2025 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയത് സുദീപ്തോ സെൻ. ദി കേരള സ്റ്റോറി എന്ന ചിത്രത്തിനാണ് പുരസ്കാരം. സുദീപ്തോ സെന്നാണ് 2025 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.